ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചല്ലോ. ഞാൻ ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ എല്ലാവർക്കും നമുക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞ് തന്നെ തുടങ്ങാം. എല്ലാവരും അർഹതപ്പെട്ടവരൊക്കെയാണ്, ഒട്ടുമിക്കവരൊക്കെ കുറച്ചൊക്കെ. അതിൽ ഏറ്റവും അർഹതപ്പെട്ടത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ്. അതും ബ്രഹ്മയുഗത്തിന് എല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ ആയിരുന്നു. നമ്മുടെ കൃഷിക്കുണ്ടാകാണ്ടൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പോലും മമ്മൂക്ക തന്നെ ആയിരുന്നു അതിൽ ബെസ്റ്റ് തന്നെ. അതിൽ യാതൊരു തർക്കവും തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും അദ്ദേഹം വീണ്ടും ഒരു ഗോട്ട് എന്ന പദവിയിലേക്ക് തന്നെ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മമ്മൂക്കയുടെ ഇനിയും നല്ല പ്രകടനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. മികച്ച നടൻ നമ്മുടെ മമ്മൂക്കയാണെങ്കിൽ മികച്ച മലയാള ചിത്രം നമ്മുടെ ഫെമിനിറ്റി ഫാത്തിമയാണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിത്രം തന്നെയായിരുന്നു. അത്യാവശ്യം ഡിസേർവ് ആയിട്ടുള്ള ഒരു അഭിനയവും ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. ആ ഒരു പ്ലോട്ടും നല്ല രീതിയിൽ അവതരിപ്പിച്ചൊരു സിനിമ തന്നെയായിരുന്നു. കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണൂ. അത്യാവശ്യം നൈസ് തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മികച്ച തമിഴ് ചിത്രം റായനാണ്. ഇത് നിങ്ങൾ തന്നെ പറയേണ്ടി വരും, ഇതൊരു മികച്ച ചിത്രമാണോ? അപ്പോൾ ധനുഷിന് കുറേ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും എത്രമാത്രം അത് ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ എത്രമാത്രം ഡിസേർവിങ് ആണെന്ന് നിങ്ങൾ തന്നെ എന്തായാലും പറയേണ്ടി വരും. അടുത്ത വെൽ ഡിസേർവ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയാണ്. അതായത് ARM സിനിമയിലെ ആ സോങ്ങിന്. അപ്പോൾ എന്തായാലും ഇത് അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. ഇനി അടുത്ത ഒട്ടും യോജിക്കാൻ പറ്റാതെ നമ്മുടെ പുഷ്പ 2-ലാണ് മികച്ച സ്ക്രിപ്റ്റും കോസ്റ്റ്യൂം വർക്കും പുഷ്പയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. അത് പുഷ്പ 2 എന്ന സിനിമ. അപ്പോൾ അല്ലു അർജുൻ ഈ പ്രാവശ്യം മിസ്സായെങ്കിൽ പോലും പുഷ്പ 2 എന്തായാലും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റാത്ത ഒരു അവാർഡ് തന്നെ ആയിപ്പോയി. കാരണം ഇഷ്ടം പോലെ സിനിമകളുണ്ട്. നമ്മുടെ ഇപ്പോൾ സ്ക്രിപ്റ്റ് തന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്, പിന്നെ അതുപോലെ കിഷ്കിന്ധാകാന്ഡം, ഇഷ്ടം പോലെ സിനിമകളുണ്ട്. പിന്നെ തമിഴിൽ തന്നെ ഉണ്ട് മഹാരാജ. അങ്ങനെ ഭയങ്കര മെയ്യഴകൻ എന്ന ചിത്രങ്ങളൊക്കെ ഭയങ്കര ഡിസേർവിങ് തന്നെ ആയിരുന്നു. അതിനൊന്നും കിട്ടിയില്ല. അത്യാവശ്യം നമ്മുടെ മമ്മൂക്കയ്ക്കും വൈക്കം വിജയലക്ഷ്മി ചേച്ചിക്കും പിന്നെ 1-2 സംഭവങ്ങൾ, ഫെമിനിറ്റി ഫാത്തിമ, അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ മാത്രമാണ് ഭയങ്കര ഡിസേർവിങ് ആയിട്ടും തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര മോശം രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സിനിമയോട് ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കാം.